റെഡ് മാജിക് 10 എയർ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ് മാജിക് 10 എയർ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റെഡ് മാജിക് 10 എയറിൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതായത് ഇപ്പം സെൽഫി ക്യാമറയ്ക്ക് പഞ്ചോളും കാര്യങ്ങളൊന്നും വരുന്നില്ല, ഡിസ്പ്ലേയുടെ ഉള്ളിലായിട്ടാണ് ഈ ഒരു സെൽഫി ക്യാമറ വരുന്നത്. അപ്പം ഒരു ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 40,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2000 Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഏകദേശം 93.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 nits ആണ്. പിന്നെ 2260 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യവും ആണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 7.85 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ഒരു ബ്ലാക്ക് കളർ വേരിയൻറ്റും വൈറ്റ് കളർ വേരിയൻറ്റും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളർ വേരിയൻറ്റുമാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറൊന്നുമല്ല, എന്നാലും ഇപ്പോൾ ഉള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിൻ്റെ തൊട്ട് മുമ്പുള്ള പ്രോസസ്സറാണ്. ഇപ്പോൾ 40,800 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ല പ്രോസസ്സർ എന്നൊക്കെ തന്നെ പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ് ഇത്. പിന്നെ ഇത് കൂടാതെ ഇതിൽ റെഡ് കോർ R3 ചിപ്പും ഇതിൽ വരുന്നുണ്ട്. പെർഫോമൻസ് ഒക്കെ ഒന്നും കൂടി ബെറ്റർ ആവുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ NFC-യുടെ സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഒരു ടച്ച് സെൻസിറ്റീവ് ഷോൾഡർ കീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിമിങ്ങിൽ ഈ ബട്ടൺസ് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഫോൺ വെട്ടം നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് കോമ്പോസിറ്റ് ലിക്വിഡ് മെറ്റൽ 2.0 കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ VC കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ടെർമൽ ജെല്ല് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രാഫീൻ ലെയറൊക്കെ വരുന്നുണ്ട്. അപ്പം മികച്ചൊരു കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നതായിരിക്കും. ഇനി അതുമാത്രം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് റെഡ് മാജിക് കൂളർ 6 Proയും കൂടി കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എക്സ്റ്റേണൽ കൂളിംഗ് സിസ്റ്റവും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വളരെ മികച്ച കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് എക്സ്-ആക്സിസ് ഹാപ്റ്റിക്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള റെഡ് മാജിക് OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 MP ഒരു മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇത് ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്, ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ അല്ല. എന്നാലും ഓൺ പേപ്പർ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 3499 yuan എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 40,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ തന്നെ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറും അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല പ്രോസസ്സർ തന്നെയാണ്. പിന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം എന്നേ ഉള്ളൂ. അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറച്ചൊന്ന് കുറവാണ്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ചിലപ്പം ഈ ഫോൺ എത്തുന്നതായിരിക്കും. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇനി ഈ രാജ്യങ്ങളിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഈ ഫോണിൻ്റെ വില ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റെഡ് മാജിക് 10 എയർ എന്ന പുതിയൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.